അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂഇ ഫഇന്നഹു ബിസൽ ലജീഉ വ അഊദു ബിക മിനൽ ഖിയാനതി ഫഇന്നഹാ ബിസത്തിൽ ബത്താനത്ത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ, വിശപ്പിനെ തൊട്ട് നിന്നോട് ഞാൻ ശരണം തേടുന്നു. തീർച്ചയായും അത് ചീത്ത കിടപ്പറ പങ്കാളിയാകുന്നു. വഞ്ചനയെ തൊട്ടും നിന്നോട് ഞാൻ ശരണം തേടുന്നു. തീർച്ചയായും അത് മൂടിവെക്കപ്പെട്ട മോശം സ്വഭാവമാണ്. സഹോദരങ്ങൾ, ഇവിടെ മോശമായ രണ്ട് അവസ്ഥകളെക്കുറിച്ചാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് പട്ടിണിയാണ്, അഥവാ വിശപ്പാണ്. അതുപോലെ തന്നെ രണ്ട്, വഞ്ചന, ആളുകളെ വഞ്ചിക്കുക എന്നുള്ള ഒരു അവസ്ഥയെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. ഈ രണ്ട് അവസ്ഥയെയും വളരെ മോശമായ രണ്ട് അവസ്ഥകളാക്കിയിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം അവസ്ഥകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, ശരണം തേടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധനയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മറ്റൊരാളോടും ആ പ്രാർത്ഥന നമുക്ക് കൊടുക്കാവതല്ല. പ്രാർത്ഥന വിശ്വാസിയുടെ ഏറ്റവും വലുതും ശക്തവുമായ ആയുധമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുകയും നന്മകൾ വഹിക്കപ്പെടുകയും അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമാകുന്നു. ധാരാളം പ്രാർത്ഥനകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ നാം മനഃപ്പാഠമാക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും വേണം. വിശപ്പും പട്ടിണിയും അതിമാരകമായ പരീക്ഷണങ്ങളാണ്. വിശപ്പിൻ്റെ കാഠിന്യം മനുഷ്യനെ ബലഹീനനാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. പട്ടിണി മരണകാരണമാകുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി കഴിയും. ഭക്ഷണം അത് വെറുതെ വേസ്റ്റാക്കി ഒഴിവാക്കി കളയുന്നൊരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പട്ടിണിയും വിശപ്പും മനുഷ്യനെ ആരാധനകളെ തൊട്ടുപോലും പിന്തിരിപ്പിച്ച് കളയുന്ന വളരെ മാരകമായ ഒരു അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പിനെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ശരണം തേടിയിട്ടുണ്ട് എങ്കിൽ അത് ഉണ്ടാക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വിശക്കുന്നവനെ ഊട്ടൽ വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയും കൂടിയാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ രണ്ടാം ഭാഗമായ വഞ്ചന എന്നുള്ളത്, ആ വഞ്ചന കപടന്മാരുടെ സ്വഭാവമാണ്. ഒരാളെയും വഞ്ചിക്കാൻ പാടുള്ളതല്ല. വഞ്ചകരെ റബ്ബ് സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. വിശപ്പിനെ തൊട്ടും വഞ്ചനയെ തൊട്ടും അള്ളാഹുവിനോട് നാം പ്രത്യേകം ശരണം തേടേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ എപ്പോഴും ഈ രണ്ട് അവസ്ഥകളെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നാം എപ്പോഴും കൊണ്ടുവരേണ്ട രണ്ട് അവസ്ഥകളാണ് അവ. വിശപ്പ് മനുഷ്യനെ ശാരീരികമായി തളർത്തുമ്പോൾ വഞ്ചന അവനെ ആത്മീയമായി നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. വിശപ്പും വഞ്ചനയും ഒരു മനുഷ്യനിൽ ഒരുമിച്ചു ചേർന്ന് വന്നാൽ അവൻ എല്ലാ അർത്ഥത്തിലും ദുർബലനായി തീരുമെന്നുള്ളത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ വല്ലാത്ത ഈ രണ്ട് അവസ്ഥകളിൽ നിന്ന് നാം എപ്പോഴും റബ്ബിനോട് ശരണം തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വ ഇമ്മ തഖാഫന്ന മിൻ ഖൗമിൻ ഖിയാനതൻ ഫംബിദ് ഇലൈഹിം അലാ സവാ
ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. അല്ലാഹു പറയാണ്, വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന് നീ ഭയപ്പെടുന്ന പക്ഷം തത്തുല്യമായി നീ അവരിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതാണ്. തീർച്ചയായും അല്ലാഹു വഞ്ചകന്മാരെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് അവസ്ഥകളിൽ നിന്നും, വിശപ്പിൽ നിന്നും അഥവാ പട്ടിണിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം നിരന്തരം പ്രാർത്ഥിക്കണം. പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രാർത്ഥനകളെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അത് മനഃപ്പാഠമാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പുകൾ, സക്കാത്തുകൾ, ദാനധർമ്മങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹു ലീ വലക്കും വഅസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.